ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ആരാണ് ഒരു സ്പിരിച്വൽ മാൻ, അല്ലെങ്കിൽ ആരാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വസ്ത്രധാരണമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ഒരു ആത്മീയ മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കാലഘട്ടം മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരുടെയും വസ്ത്രം നോക്കി നമുക്ക് ഇയാൾ ആത്മീയ മനുഷ്യനാണോ എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവവചനം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിൽ വലിയ പ്രവാചകന്മാരുടെ ഇടയിൽ സ്ഥാനമുള്ള ജെറമിയ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 17-ാം അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു തരും ആരാണ് ഒരു ആത്മീയ മനുഷ്യൻ എന്നുള്ളത്. നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം. അതിൻ്റെ 17-ന്റെ 7 വായിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആശ്രയം വെക്കുന്നത് എന്തിലാണ്? പല വ്യക്തികൾ മനുഷ്യരിൽ ആശ്രയം വെക്കാറുണ്ട്, ചില ആളുകൾ അധികാരത്തിൽ ആശ്രയം വെക്കാറുണ്ട്, ചില വ്യക്തികൾ പണത്തിൽ ആശ്രയം വെക്കാറുണ്ട്, ചില വ്യക്തികൾ വസ്തുവകകളിൽ ആശ്രയം വെക്കാറുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ഉദാഹരണമായിട്ട് നമുക്കൊരു രോഗം വരുമ്പോൾ ചിലർ പറയും, എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട്, നമുക്ക് ഏറ്റവും സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടി നമുക്ക് രോഗമുക്തമാകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വചനം പറഞ്ഞത്. ആ വ്യക്തിയുടെ ആശ്രയം പണത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും പല കാര്യങ്ങളിലായിരിക്കും ആശ്രയം. എന്നാൽ ഇതിലൊന്നുമല്ല ഒരു ആത്മീയ വ്യക്തിയുടെ, ഒരു സ്പിരിച്വൽ മാൻ്റെ ആശ്രയം എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്തുവിലായിരിക്കും. അതാണ് ഈ 17-ന്റെ 7 പറയുന്നത്. കർത്താവിലാണ് അവൻ്റെ ആശ്രയം, കർത്താവിൽ തന്നെയാണ് അവൻ്റെ പ്രത്യാശ. രണ്ടാമതായിട്ട് ആത്മീയ മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. എന്തുകൊണ്ടാണ് വചനം ഇവിടെ ആറ്റുതീരത്ത് നട്ട മരത്തെ പോലെയാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ആറ്റുതീരത്ത് നട്ട മരങ്ങളുണ്ട്, അതുപോലെ തന്നെ ആറ്റുതീരത്ത് അല്ലാത്ത മരങ്ങളുണ്ട്. ഈ ആറ്റുതീരത്ത് നട്ട മരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ വേരിലേക്ക് എപ്പോഴും വെള്ളത്തിന്റെ അംശം ലഭിച്ചുകൊണ്ടിരിക്കും. അതിനൊരു ഊർജ സ്രോതസ് എപ്പോഴും അവൈലബിൾ ആണ്. മറ്റതിനാണെങ്കിൽ മഴ ലഭിക്കുമ്പോൾ മാത്രമേ അതിന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മരത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്? ഇതിൽ പറയുന്ന ഈ മരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. രണ്ടാമതായിട്ട് ഇതിൽ പറയുന്ന ജലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ, അവൻ എപ്പോഴും വചനത്തിലായിരിക്കും ആശ്രയിക്കുന്നത്. വചനത്തിൽ നിന്ന് അവൻ എപ്പോഴും ഊർജം വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അവനൊരു പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. അദ്ദേഹം എപ്പോഴും വചനം വായിക്കുകയും വചനം കേൾക്കുകയും വചനം പറയുന്നത് വിശ്വസിക്കുകയും വചനം പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ വചനത്തിൻ്റെ ശക്തി അവൻ്റെ മേലിൽ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ നദി. ഉഗാണ്ട, റുവാണ്ട, ബറൂണ്ടി എന്നീ 3 രാജ്യങ്ങളിലെ മലനിരകളിൽ നിന്ന്, ഉഗാണ്ടയിലെ വിക്ടോറിയ നദിയിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 6600 കിലോമീറ്റർ യാത്ര ചെയ്ത് കെയ്റോയ്ക്ക് സമീപം ഇത് മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് നൈൽ നദി. ഈ നൈൽ നദിയിൽ ഏകദേശം ഈ നദി 1500 കിലോമീറ്ററോളം മരുഭൂമിയിലൂടെ മാത്രം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നൈൽ നദിയിലെ ജലം ഉപയോഗിച്ച് ഏകദേശം 5.36 മില്യൺ ഹെക്ടർ ഏരിയയിൽ ജനങ്ങൾ കൃഷി ചെയ്യുന്നു, അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നു, വ്യക്തികൾ അതിനോട് ചേർന്ന് ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ഒരു ലൈഫുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൈലിൻ്റെ ഉദാഹരണം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. അവനിൽ എപ്പോഴും ജീവജലമായ, ക്രിസ്തു പറഞ്ഞ ജീവജലമായ ദൈവത്തിൻ്റെ വചനം എപ്പോഴും അവൻ്റെ അകത്ത് നിലനിൽക്കും. മൂന്നാമതായിട്ട്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ ആറ്റുതീരത്ത് നട്ട മരത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വചനത്തിൽ നട്ട ഒരു വ്യക്തിയാണോ, അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയോ പ്രയാസമോ പ്രതിസന്ധികളോ വരുമ്പോൾ അവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല.
അവൻ്റെ അകത്ത് ജീവൻ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അവൻ്റെ അകത്തുള്ളത് കൊണ്ട് അവൻ തകർന്നു പോകത്തില്ല. അവൻ ദൈവവുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ അവൻ എപ്പോഴും നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ അധരങ്ങൾ അശുദ്ധിക്ക് അവൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ ജനങ്ങളോട് മോശമായി പെരുമാറത്തില്ല. അവൻ ഇങ്ങനെ കഷ്ടത കരകവിഞ്ഞ് ഒഴുകുമ്പോഴും കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അവൻ ചെന്നിരുന്ന് പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ പ്രതിസന്ധിയെ നേരിട്ട് മുന്നോട്ടേക്ക് പോകും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമുക്ക് ആത്മീയ മനുഷ്യനെന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അവൻ്റെ സംസാരവും പ്രവൃത്തിയും മറ്റു രീതിയിലാകുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ വ്യക്തിയെ ഒരു ആത്മീയ മനുഷ്യനെന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. നാലാമതായിട്ട് എഫെസോസ് 6:12, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമുക്കറിയാം, മാംസവും രക്തവും ഉള്ളത് അത് മനുഷ്യർക്കാണോ? ജഡമുള്ളത് മനുഷ്യർക്കാണ്. എന്നാൽ ഈ ജഡത്തിനെതിരെ പോരാടുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ആത്മീയ മനുഷ്യരല്ല. മറിച്ച് ഇവരിൽ പ്രവർത്തിക്കുന്ന ഈ അന്ധകാരത്തിന്റെ സ്പിരിറ്റിനെതിരെയാണ് നമ്മൾ പോരാടുന്നതെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒരിക്കലും മനുഷ്യൻ നമ്മുടെ എതിരാളിയായിട്ട് വരാൻ പാടില്ല, മറിച്ച് അന്ധകാരമായിരിക്കണം നമ്മുടെ എതിരാളിയായിട്ട് വരുന്നത്. ഇതിനെ മനസ്സിലാക്കുകയും ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എപ്പോഴും ഒരു ആത്മീയ മനുഷ്യനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവർ മനുഷ്യരെ എതിരാളികളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് മനുഷ്യർക്കെതിരായിട്ടായിരിക്കും അവരുടെ തീരുമാനങ്ങൾ കടന്നു വരിക. എന്നാൽ ഒരു സ്പിരിച്വൽ മാൻ എപ്പോഴും ഇതിൻ്റെ പുറകിൽ ഒരു അന്ധകാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി അവൻ ഒരിക്കലും ഫിസിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കത്തില്ല, മറിച്ച് അവൻ സ്പിരിച്വൽ ആയിട്ടുള്ള പരിഹാരങ്ങളുടെ പുറകെ അവൻ പോകത്തുള്ളൂ. അവൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൻ ജാഗരണത്തിലും അവൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് ഒരു ആത്മീയ മനുഷ്യനെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 8-ാം തിരുവചനം നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുക. പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരെ, ആത്മീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കൊരു ശത്രു ഉണ്ട്. അത് മനുഷ്യനല്ല, മറിച്ച് അത് പിശാചാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരിക. ഈ സംഭവത്തെ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ എപ്പോഴും മനുഷ്യരിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, മറിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ പൈശാചിക ശക്തിയെ മനസ്സിലാക്കാനോ അത് അങ്ങനെ ഉണ്ട് എന്ന് സ്വീകരിക്കാനോ അതനുസരിച്ച് ഒരു ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങൾ പല കാര്യങ്ങളിൽ എടുക്കുവാനോ തയ്യാറാകാത്ത ഒത്തിരി ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു സ്പിരിച്വൽ മാൻ ആണെന്നുണ്ടെങ്കിൽ നീ ഈ അന്ധകാരത്തെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ അന്ധകാരത്തിനെതിരെ നീ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിന്റെ പരിഹാരങ്ങളും സ്പിരിച്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവവചനം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ മാത്രമേ നമുക്കൊരു ആത്മീയ മനുഷ്യനായിട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം പറയുന്നു, ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. ഇതിനെക്കുറിച്ച് ബോധ്യം ഒരു ആത്മീയ മനുഷ്യനും ഉണ്ടായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ ഏറ്റവും വിലയുള്ളത് നമ്മൾ എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മൾ ലിവിങ് റൂമിൽ വെക്കാറുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ വെക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വെക്കുന്നത് അത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു അലമാരയ്ക്കകത്ത്, അത് നമ്മുടെ സാന്നിധ്യമുള്ള പൂട്ടുള്ള വളരെ സേഫായിട്ടാണ് നമ്മൾ എപ്പോഴും അത് സൂക്ഷിക്കുക. പല വ്യക്തികൾക്കും ഈ ഒരു വിചാരമില്ല. അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വലിയ ചിന്ത അവർക്കില്ല. അവർ ചില വ്യക്തികൾ പറയുന്ന അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ അവർ എപ്പോഴും പോകത്തുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും വിലയുള്ള സാധനം നമ്മൾ പൊതുവെ നമ്മുടെ ഭവനത്തിൽ പോലും നമ്മൾ വലിച്ചിടാത്തതുപോലെ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തതുപോലെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമുക്കും അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. ആർക്കും വന്ന് എപ്പോഴും വഴിതെറ്റിക്കാവുന്ന രീതിയിൽ, ആർക്കു വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ സ്പിരിച്വൽ ലൈഫ്. അത് വളരെ വിലയുണ്ട്. അത് ഈ ലോക ജീവിതത്തിനും വരാനിരിക്കുന്ന ലോക ജീവിതത്തിനും നമുക്ക് വളരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വിലയുള്ളതായി കാണുകയും നമ്മളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമായ വളരെ വിലയുള്ള ഒന്നാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ക്രിസ്തുവുമായി
നമുക്കൊരു ബന്ധം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തെ വിലയില്ലാതെ കാണുന്ന ചില വ്യക്തികളുണ്ട്. അവർ പറയുന്നത് പോലെ പോയേക്കാം, ഇവർ പറയുന്നത് പോലെ പോയേക്കാം. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ യേശുക്രിസ്തു എന്ത് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ത് പറയുന്നു, അതനുസരിച്ചാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെ പോകുന്ന വ്യക്തികളെയാണ് ആത്മീയ മനുഷ്യരെന്ന് പറയുന്നത്. ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഇന്ന് വചനം കേട്ട എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.